കാൽവിൻ പെർഫ്യൂംസിൻ്റെ 62ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജോർജിയോ അർമാണിയുടെ സ്ട്രോങ്ങർ വിത്ത് യു എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. ആക്ച്വലി ഈ ഒരു പെർഫ്യൂം 2017 ഈ പെർഫ്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂമും കൂടി ചേർത്ത് കപ്പിൾ ചെയ്തിട്ടാണ് ആ പെർഫ്യൂം ഇറക്കിയത്. ഈ സ്ട്രോങ്ങർ വിത്ത് യു എന്ന് പറയുന്ന പെർഫ്യൂം ഒരു മെയിൽ പെർഫ്യൂമാണ്. അതിൻ്റെ കൂടെ ബിക്കോസ് ഇറ്റ്സ് യു എന്ന് പറയുന്ന ഒരു ഫീമെയിൽ പെർഫ്യൂം കൂടി ചേർത്തിട്ടാണ് ആ പെർഫ്യൂം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ പെർഫ്യൂമിൻ്റെ പുറകിൽ ജോർജിയോ അർമാണി എന്ന് പറയുന്ന ആ ലക്ഷറിയസ് പെർഫ്യൂം ബ്രാൻഡ് ഗ്രൂപ്പിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഇതൊരു റൊമാൻറ്റിക് പെർഫ്യൂം എന്നാണ് പറയുന്നത്. റൊമാൻറ്റിക് പെർഫ്യൂം, ഒരു കപ്പിൾ പെർഫ്യൂം അല്ലെങ്കിൽ ലവേഴ്സ് പെർഫ്യൂം എന്ന് പറയുന്നത്. കാരണം ഇതിനെ ലവ് ആണ് ഇതിനെ നമ്മളിലേക്ക് മെസ്സേജ് ആയിട്ട് തരുന്ന ഒരു പെർഫ്യൂം. ലവ് മെസ്സേജ് ആയിട്ട് തരുന്ന ഒരു പെർഫ്യൂമാണ്. ഇതൊരു സ്വീറ്റ് പെർഫ്യൂമാണ്, ഒരു സ്പൈസി പെർഫ്യൂമാണ്. സ്വീറ്റ് സ്പൈസി. ആക്ച്വലി പെർഫ്യൂംസിൽ ഒരുപാട് കോമ്പിനേഷൻസ് ഉണ്ടല്ലോ, പല പല ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചേർത്ത് വരുന്നൊരു പല പല കോമ്പിനേഷൻ. അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് സ്വീറ്റ് സ്പൈസി. എനിക്ക് തോന്നുന്നു എൻ്റെ ഷോപ്പിൽ നിന്നും സെയിലാവുന്നത് ഇങ്ങനത്തെ കോമ്പിനേഷനിൽ വരുന്ന പെർഫ്യൂംസാണ് കൂടുതലും സെയിലാവുന്നത്. അതിനർത്ഥം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രാഗ്രൻസ് ഇത് യൂണിസെക്സ് പോലെ എല്ലാവരും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മേടിക്കുന്ന ഈ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു പെർഫ്യൂമാണ്. ആ ഒരു കോമ്പിനേഷനിൽ വരുന്നൊരു പെർഫ്യൂമാണ് ഈ സ്ട്രോങ്ങർ വിത്ത് യു എന്ന് പറയുന്ന പെർഫ്യൂം. വാനില, ചസ്നട്ട്, അങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ്, പെപ്പർ, സ്പൈസി വരുന്ന പെപ്പർ, കാടമം, ഇങ്ങനെയൊക്കെ വരുന്നൊരു കോമ്പിനേഷനാണ്. ഈ പെർഫ്യൂമിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇത് എൻ്റെ ടാഗ് ലൈൻ, ഈ പെർഫ്യൂം ഇറക്കിയപ്പോൾ ഉണ്ടായിരുന്ന ടാഗ് ലൈൻ ടുഗദർ സ്ട്രോങ്ങർ എന്നുള്ള ഒരു ടാഗ് ലൈനിലാണ് അവർ ആ പെർഫ്യൂം ഇറക്കിയത്. ടുഗദർ സ്ട്രോങ്ങർ. സ്ട്രോങ്ങർ വിത്ത് യു അതിൻ്റെ ടൈറ്റിൽ തന്നെ അതാണല്ലോ. ആ പെർഫ്യൂം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ ഒരു ക്യാപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും 2 റിങ്ങുകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്തേക്കുവാണ്. 2 റിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തിനെയാണ് സിംബോളിസൈസ് ചെയ്യണമെന്നുള്ളത്? റൊമാൻസ്, ലവ്, അതിനെയാണ് റിങ്ങുകളെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു കപ്പിൾ പെർഫ്യൂം എന്നുള്ള, മീൻസ് ലവേഴ്സ് പെർഫ്യൂം, അതായത് റൊമാൻറ്റിക് മൂഡ്, ആ ഒരു ഇതിന് വേണ്ടി ഉള്ള ഒരു മെസ്സേജാണ് ഈ പെർഫ്യൂം നമുക്ക് തരുന്നത്. ആ ഒരു മെസ്സേജിലാണ് ഈ പെർഫ്യൂം മുഴുവൻ അവർ മാർക്കറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഈ പെർഫ്യൂം ഇറക്കി കഴിഞ്ഞ് ഇത് വൺ ഹിറ്റായി. എന്ന് പറഞ്ഞാൽ വൺ ഹിറ്റായി. ഒരു 2 years കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ വെർഷൻ, ഈ സെയിം നോട്ട്സിൻ്റെ കൂടെ തന്നെ ഒരു ടോഫി നോട്ട്സും ആംബർ നോട്ട്സും ഒക്കെ കൂടി ആഡ് ചെയ്തിട്ട് സ്ട്രോങ്ങർ വിത്ത് യു ഇൻറ്റൻസ്ലി എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഇറക്കി. അത് അതിലും വലിയ ഹിറ്റായി എന്നുള്ളതാണ്. കാരണം അതിന് ലോഞ്ച് വിറ്റ് നല്ല കൂടുതലായിരുന്നു. ഒരുപാട് നേരം നിൽക്കുന്ന ഒരു പെർഫ്യൂമായിട്ട് ആണ് മാറിയത്. അതും ഈ സെയിം ലവ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് അത് ആ പെർഫ്യൂമിലൂടെ അവർ കൊടുത്തുവിട്ടത്. കാരണം അതിൻ്റെ ക്യാപ്പും അങ്ങനെ തന്നെയായിരുന്നു. ആ പെർഫ്യൂംസിൻ്റെ എല്ലാം ക്യാപ്പുകൾ അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 2020 ആയപ്പോഴത്തേക്കും അടുത്തൊരു സീരീസ് ഇറക്കി. അത് ആക്ച്വലി എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് നോട്ടാട്ടോ. സ്ട്രോങ്ങർ വിത്ത് യു ഫ്രീസ്, ഒരു ഫ്രഷ് പെർഫ്യൂമായിട്ടാണ് ഇറക്കിയത്. ഒരു അക്വാട്ടിക് ഫ്രഷ് പെർഫ്യൂമായിട്ടാണ് അത് ഇറക്കിയത്. അതും വൻ ഹിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തൊരു പെർഫ്യൂം ഇറക്കി 2021 ആയപ്പോഴത്തേക്കും. അതൊരു ബൂസി പെർഫ്യൂമാണ്. ഒരു ഈ ക്ലാസ്സിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബൂസി പെർഫ്യൂം. റമ്മിൻ്റെ ഒക്കെ ഒരു സ്മെല്ലോട് കൂടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. അതായത് ഈ നേരത്തെ പറഞ്ഞിരുന്ന ആദ്യം സ്ട്രോങ്ങർ വിത്ത് യുവിൽ പറഞ്ഞിരിക്കുന്ന നോട്ട്സിൻ്റെ കൂടെയാണ് ഈ നോട്ട്സുകൾ ആഡ് ചെയ്ത് വരുന്നത്. അതിൻ്റെ കൂടെ റമ്മിൻ്റെ നോട്ട്സ്, പിന്നെ കുറച്ച് എന്താ പറയുക തിക്കായിട്ട് വരുന്ന ആംബർ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ചസ്നട്ട്, സ്പൈസി ആയിട്ടുള്ള അതിൻ്റെ ഒരു തിക്കർ വേർഷനും കൂടി കൂട്ടിച്ചേർത്തിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ചെറിയൊരു ബൂസിനെസ് ആ പെർഫ്യൂം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ പെർഫ്യൂം അത് നല്ല ലാസ്റ്റിംഗ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു പെർഫ്യൂമാണ് സ്ട്രോങ്ങർ വിത്ത് യു. അബ്സല്യൂട്ട്ലി. ഇത് കഴിഞ്ഞിട്ടൊന്നും നിന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. സ്ട്രോങ്ങർ വിത്ത് യു സാൻഡൽവുഡ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഇറക്കി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ട്രോങ്ങർ വിത്ത് യു ആംബർ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ഇറക്കി. ഇതിലെല്ലാം ആ സ്ട്രോങ്ങർ വിത്ത് സാൻഡൽവുഡിനെ സ്മെല്ല്, അതിൻ്റെ നോട്ട്സ് അതിനകത്ത് കൂടുതൽ ആഡ് ചെയ്ത്, ആംബറിൻ്റെ നോട്ട്സ് കൂടുതൽ ആഡ് ചെയ്ത്, അത് കഴിഞ്ഞ് സ്ട്രോങ്ങർ വിത്ത് യു ടുബാക്കോ നോട്ട്സ് കുറച്ച് അതിനകത്ത് ആഡ് ചെയ്ത്, അങ്ങനെ ആ സീരീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പെർഫ്യൂം സീരീസ് എല്ലാം റൊമാൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഏറ്റവും വലിയ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജിയോ അർമാണി അദ്ദേഹം
91 വയസ്സിൽ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം മരിക്കുന്നത്. ആ അദ്ദേഹത്തിന്റെ 91 വയസ്സ് വരെ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ലോകത്തേക്ക് വേണ്ടിയിട്ട് റൊമാൻസിന്റെ മെസ്സേജ് തന്ന അദ്ദേഹം ആക്ച്വലി മാരേജ് ചെയ്തിട്ടില്ല. അതാണ് അതിന്റെ രസം. പിന്നെ അവരുടെ ജീവിത രീതിയും നമ്മുടെ കേരളത്തിന്റെ വിവാഹത്തിൻ്റെതായ ഒരു ജീവിത രീതിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അതൊക്കെ ശരിയാണ്. ബട്ട് ഒഫീഷ്യലി അദ്ദേഹം മാരേജ് നടത്തിയിട്ടില്ല. ഇത്രയും ഒരു റൊമാൻറ്റിക് പെർഫ്യൂം ഇറക്കിയിരിക്കുന്ന ആള് വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഈ പെർഫ്യൂംസിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് പെർഫ്യൂം ക്ലാസ്സുകളുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ഇറക്കിയിരിക്കുന്ന ഈ പെർഫ്യൂം സീരീസ് അത്യാവശ്യം സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളെ എയിം ചെയ്തുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു 5,000 to 8,000 റുപ്പീസ് റേഞ്ചിൽ ഈ പെർഫ്യൂംസ് എല്ലാം കിട്ടും. ഒറിജിനൽ പെർഫ്യൂമിന്റെ കാര്യം ഞാൻ പറയുന്നത്. അദ്ദേഹം ആ ഒരു മിഡിൽ ക്ലാസ്സിനെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറക്കിയിരിക്കുന്ന പെർഫ്യൂമാണ്. എല്ലാവരും വാങ്ങിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഞങ്ങളും ഈ പെർഫ്യൂംസിന്റെ ഒരു പ്ലോൺസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അത്യാവശ്യം ഈ പറഞ്ഞ ഒരു 90% പെർഫ്യൂംസും നമ്മുടെ അടുത്ത് ഉണ്ട്. നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. എന്നെ വാട്സാപ്പിലോ അല്ലെങ്കിൽ വിളിച്ചാലും മതി. ഞാൻ പെർഫ്യൂംസ് വേണമെങ്കിൽ കൊറിയറിലാണ് അയച്ചു തരുന്നതിനും കുഴപ്പമില്ല. കടയിൽ വന്നിട്ടാണെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി അടുത്ത വീഡിയോയിൽ പുതിയ പെർഫ്യൂം പരിചയപ്പെടുന്നവരെ എല്ലാവർക്കും